നമസ്തേ. റീജിയണൽ ചാനലിന്റെ വ്യക്തികൾ വിശേഷങ്ങൾ എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. കോഴിക്കോട് പന്നിയങ്കര LP സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന ഒരു ബാലൻ, സ്കൂളിന്റെ പ്രതിഭാധനനായ മിടുക്കൻ, തൻ്റെ 8-ാം വയസ്സിൽ സംഗീതത്തിന്റെ പിന്നാലെ പോയ ഒരു പ്രതിഭാധനൻ. കണ്ണുനീർമുത്തുമായി കാണാനെത്തിയ കതിര് കാണാ കിളിഞ്ഞ എന്നോടിത്ര പരിഭവം തോന്നുവാൻ എന്ത് പറഞ്ഞു ഞാൻ? കണ്ണുനീർമുത്തുമായി കാണാനെത്തിയ കതിര് കാണാ കിളിഞ്ഞ. അതെ, പന്നിയങ്കര സൈനുദ്ദീൻ നമ്മുടെ ഇപ്പോഴത്തെ കോഴിക്കോട് സൈനുക്കയാണ് ഇന്ന് നമ്മുടെ കൂടെയുള്ളത്. സൈനുക്ക, നമസ്കാരം. പാട്ടിന്റെ വഴിയിൽ 8-ാം വയസ്സ് മുതൽ പോയി എന്ന് പറഞ്ഞു. ഈ കാലഘട്ടത്തില് കുട്ടികളൊക്കെ പറയാറുണ്ട്, അമ്മ പാടും, അമ്മ വീണ വായിക്കും, അച്ഛൻ വയലിൻ വായിക്കും, പെർക്യൂഷനിസ്റ്റാണ് എന്നല്ല. സൈനുക്കയ്ക്ക് ഈ ഒരു അനുഭവം വീട്ടിൽ നിന്നുണ്ടായിട്ടുണ്ടോ? സംഗീതത്തിന്റെ വഴിയെ പോയതുകൊണ്ട് ചോദിക്കാം. ചെറുപ്പകാലത്ത് സംഗീതത്തിന്റെ വഴിയിൽ പോകുന്ന സമയത്ത് എൻ്റെ ഒരു അങ്കിൾ ഉണ്ടായിരുന്നു, അമ്മാവൻ. അദ്ദേഹം സംഗീതത്തെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹം നമ്മുടെ വീട്ടിലൊരു വലിയ തറവാട് വീടാണ്. ആ തറവാട്ട് ഒരു മാരേജ് ഫംഗ്ഷൻ, അന്നത്തെ കാലത്തുള്ള മാരേജ് ഫംഗ്ഷൻ എങ്ങനെയായിരുന്നു അറിയാം, ഏകദേശം ഊഹിക്കുക. നമ്മൾ തെങ്ങിന്റെ മുകളിലാണ് ഇത് കിട്ടുക. തെങ്ങിൽ കെട്ടി എന്താ പറയുക, കോളാമ്പി, അതിലാണ്. അങ്ങനെ 3 ദിവസം പ്രോഗ്രാമായിരുന്നു അവിടെ. ആലോചിച്ച് നോക്കൂ, ചിന്തിച്ചു നോക്കൂ, ഇത്ര വർഷങ്ങൾക്ക് മുമ്പ്. ആദ്യത്തെ പ്രോഗ്രാമിലായിരുന്നു നമ്മുടെ ബാബുക്കയുടെ അനിയൻ മജീദ് ഭായ് പറയും അദ്ദേഹം. പിന്നെ ഒരു ഇത്താങ്കോയ ഹാജിയുടെ മകൻ ആലിക്കോയ എന്ന് പറഞ്ഞ ഒരാള്, ഹാർമോണിയം, ഒരു തബല, ഒരൊറ്റ മൈക്ക്, ഒരൊറ്റ കുറ്റി, മാത്രം ഒരു ഹാർമോണിയം, പാടാൻ മാത്രമുള്ള മൈക്ക്. ആ പരിപാടിയായിരുന്നു അന്നത്തെ ദിവസം. അത് 1960-65 കാലഘട്ടങ്ങളിലെ കഥയാണ് ഈ പറയുന്നത്. അതിനു മുമ്പാണെന്നാ തോന്നുന്നത്. അല്ല, അതെ, ഏകദേശം അതിനു മുമ്പ് 60 അപ്പോ അന്ന് എൻ്റെ അമ്മമ്മ പറഞ്ഞു, ഇവൻ കുറേശ്ശെ പാടും, ഒന്ന് പാടിച്ചു നോക്കിയാണ്. എന്നാ പാന്ന് പറഞ്ഞു. അല്ല, അതിന് മുമ്പേ തെളിയിക്കപ്പെട്ടിട്ടുണ്ടല്ലോ സ്കൂളിലെ ആസ്ഥാന ഗായകനായിരുന്നു. തീർച്ചയായിട്ടും. സ്കൂളിൽ എന്ന് പറഞ്ഞാല് മത്സരമായിരുന്നു. ഞാനും ഒരു ഇബ്രാഹിം എന്ന് പറഞ്ഞ ആളുണ്ട്, അദ്ദേഹം നമ്മുടെ കല്ലായി ഭാഗത്ത് താമസിക്കുന്നതാണ്, പന്നിയങ്കര സ്കൂളിൽ താമസിക്കുന്നത്. പക്ഷെ അദ്ദേഹം പാടില്ല, എന്നെ ആണ് പാടാൻ വേണ്ടി ക്ഷണിക്കുക. എന്നിട്ട് ഹിന്ദി പാട്ടാണ് അധികം പാടുക. 8-ാം വയസ്സിലാണ്. 8-ാം വയസ്സിലാണ് സംഭവം. ഹിന്ദിയിലെ മാസ്റ്റർ. വേർഡ്സുകളൊക്കെ തെറ്റായിരിക്കും. കോയി ജഹാമേ ഹമാരെ തര അങ്ങനെ ഒരു ഗാനം ഉണ്ട്, ഓർമ്മയുണ്ട്. അപ്പോൾ എന്നെ അധ്യാപകൻ വിളിച്ചു, സൈനുദ്ദീൻ ഒരു പാട്ട് പാട്, എൻ്റെ കോയി ചാവാൻ പോണ് ഹേ പാട്ടൊന്ന് പാട് എന്നാണ് പറയാ. അങ്ങനെ പാടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പിന്നെ ഒരു ടീച്ചർ ഉണ്ടായിരുന്നു, എനിക്ക് പറക്കാൻ പറ്റാത്ത ഒരു ലളിത ടീച്ചർ. കാണാൻ നമ്മളൊക്കെ കുട്ടികൾ പറയും, നല്ല രസമുണ്ടല്ലേ ടീച്ചറെ കാണാൻ, നല്ല മൊഞ്ചുണ്ടല്ലേ, അതാ പറയാം, നല്ല മൊഞ്ചുണ്ട് എന്നാണ്. അങ്ങനെ ഒരു ദിവസം ഒരു പാട്ട് ഞാൻ പാടിയിരുന്നു. ഇനിയെന്നു കാണുമൻ പ്രണയത്തിടമ്പേ ഇരുളിന്റെ മാറിൽ ഞാൻ അലിഞ്ഞിടും മുമ്പേ എന്നൊരു ഗാനുണ്ട്. അത് നന്നായി പാടുന്നത്. കുറേശ്ശെ, പക്ഷെ ഫുള്ളായിട്ട് ഓർമ്മയില്ല. എന്നാലും കേൾക്കാലോ പഴയ. ഇനിയെന്ന് കാണുമൻ
പ്രണയത്തിടമ്പേ ഇരുളിന്റെ മാറിൽ ഞാൻ അലയിടും മുമ്പേ. ഇതാണ് വരികള്. അപ്പൊ എന്നെ വിളിച്ചു കുട്ടികൾ, അടുത്ത ക്ലാസ്സിൽ കുട്ടികൾ വന്ന് പറഞ്ഞു, സൈനുദ്ദീൻ എന്നെ ലളിത ടീച്ചർ വിളിക്കുന്നുണ്ട്. ഓഫീസ് റൂം ചെറിയ പണ്ടത്തെ മാതിരി തന്നെ ഒറ്റ വലുതായിട്ടുള്ള ഹാളിൽ ഇങ്ങനെ പലക വെച്ച് മറിച്ചിട്ടാണ് ക്ലാസ് വെറുതെ ഇരിക്കാൻ. ഇന്ന് ക്ലാസ് റൂമൊന്നുമില്ല. അങ്ങനെ അവിടെ ചെന്ന് നോക്കുമ്പോൾ ടീച്ചർ പറഞ്ഞു, സൈനുദ്ദീൻ ആ പാട്ടിൻ്റെ വരികൾ നിനക്ക് അറിയില്ലേ ആന്ന് പറഞ്ഞു. അന്ന് എന്ന് പറഞ്ഞുകൊണ്ടാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു കൊടുത്തു. ടീച്ചർ എഴുതിയെടുത്ത് ഒന്ന് പാടും മെല്ലെ പാടും പറഞ്ഞു. അപ്പം ഞാൻ അങ്ങനെ സംശയിച്ച് അങ്ങനെ പാടിക്കൊടുത്ത് നോക്കുമ്പോൾ അതിശയോക്തിയാണ് പറയുന്നതിൽ അതിശയോക്തി ഉണ്ടോ എനിക്കറിയില്ല. ടീച്ചറുടെ കണ്ണ് നിറയുന്നത് ഞാൻ കണ്ടു. കാരണം അന്നത്തെ വർഷങ്ങൾ നോക്കണം. അതൊക്കെ കഴിഞ്ഞ് ക്ലാസ് എത്തിയപ്പോൾ എന്താ ടീച്ചർ നിന്നോട് പറഞ്ഞത്, എന്താണ് ടീച്ചർ തന്നെ പറഞ്ഞത്, സുഹൃത്തുക്കളെ കാരണം നല്ല കാണാൻ മൊഞ്ചുള്ള ടീച്ചറാണല്ലോ. ആ ടീച്ചറാണല്ലോ സൈനുദ്ദീനെ വിളിച്ചുകൊണ്ടിട്ട് പാട്ടൊക്കെ പാടിച്ചെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഒരു കാലഘട്ടം. അതായത് സ്കൂളിൽ നിന്ന് അത്രയും പ്രചോദനം കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും വളരെയധികം പ്രചോദനം കിട്ടി. പിന്നെ എനിക്കൊരു എതിരാളി വന്നത് അത് കഴിഞ്ഞിട്ട് ചാലപ്പുറം ഗണപതി ഹൈസ്കൂളിൽ പഠിക്കാൻ വേണ്ടി പോയതാണ്. ആ സമയത്ത് ഹൈസ്കൂളിലേക്ക് എത്തിയപ്പോഴാണ് പഠിക്കാൻ വേണ്ടി പോയപ്പോഴാണ് അവിടെ റേച്ചൽ തങ്കം എന്ന് പറഞ്ഞ പ്രസിദ്ധ ഗായികയുണ്ട്, ബാബുക്കൻ്റെ കൂട്ടത്തിൽ ഒക്കെ പാടിയിരുന്നത്. ഒരു പടത്തിലൊക്കെ പാടിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ ബ്രദറുണ്ട് ഹെൻറി എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹം ചൗധരി ക ചാന്ദ് പാടും. അപ്പൊ എനിക്കൊരു എതിരാളി അവിടെ സ്കൂളിൽ. പിന്നെ എതിരാളികൾ ഉണ്ടാകുമ്പോൾ വാശി കൂടും. ആരാധന പിന്നെ അങ്ങനെ ഒരു നല്ലൊരു ഗായകൻ എന്നുള്ള രീതിയിൽ ചെറുപ്പത്തിൽ പിന്നീട് എന്തെങ്കിലും പോരാ, പാട്ട് മാത്രം പോരാ, ഈ ഹാർമോണിയം എന്ന് പറയുന്ന സാധനം വല്ലാത്തൊരു സാധനമാണ്. അതൊന്നും ഇങ്ങനെ തൊട്ട് നോക്കണം എന്നൊക്കെ ഒരു പരിപാടിയുണ്ട്. അപ്പം നമ്മുടെ പന്നിയങ്കരിൽ കോഴിക്കോട് അബൂബക്കർ കേട്ടിട്ടുണ്ടാവും നിങ്ങൾ, പ്രസിദ്ധനായ അദ്ദേഹത്തിന്റെ ഇതിൽ കൂട്ടായ്മയിൽ ഒരു നമ്മൾ പണ്ഡിറ്റ്ജി കലാലയം എന്ന് പറഞ്ഞൊരു ക്ലബ്ബ്, സംഗീത ക്ലബ്ബ് രൂപീകരിച്ച് അവിടെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെ ഹാർമോണിയം ഉണ്ട്. ഞാൻ നേരത്തെ പോയി തുറക്കും. സ്കൂളിൽ വന്ന അവിടെ ഷിഫ്റ്റാണ് എനിക്ക് സ്കൂള്. രാവിലെ പെർമിഷൻ ഉണ്ടോ? പെർമിഷൻ എന്ന് പറഞ്ഞാൽ ഉണ്ടോന്ന് ചോദിച്ചാൽ ഇല്ല. പക്ഷെ ഫാദറിന് വലിയ ഇഷ്ടമായിരുന്നു പാട്ട്. അവൻ പാട്ടുകാരനാന്നുള്ള രീതിയിൽ വലിയ ഇഷ്ടമായിരുന്നു. ആ കാലഘട്ടം ഒന്ന് പ്രത്യേകിച്ച് അന്നൊന്നും ഇങ്ങനെ കുട്ടികളെ സ്വന്തമായിട്ട് വിടുന്ന ഒരു കാലമല്ല. 6 മണിക്ക് ശേഷം പുറത്തു പോകാൻ പാടില്ല. ഇന്നത്തെ അവസ്ഥയില്ല. പിന്നെ പ്രത്യേകിച്ച് സംഗീതത്തിലാണെങ്കിലും അത്തക്കാലത്തൊന്നും കുട്ടികൾ വല്ലാതെ പോയിട്ടില്ല. മാത്രമല്ല ഈ ഒരു ശരിക്കും പറഞ്ഞാൽ യാഥാസ്ഥിതി കുടുംബമാണ്. പക്ഷെ എന്റെ അമ്മാവൻ മാത്രമാണ് അതിൽ വ്യത്യസ്തനായി നിൽക്കുന്ന ആള്. അമ്മാവന്റെ നല്ല പ്രേരണയും കിട്ടി. തീർച്ചയായിട്ടും കിട്ടി. പിന്നെ കാലങ്ങൾ ഇങ്ങനെ കഴിഞ്ഞപ്പോൾ ഹാർമോണിയം അങ്ങനെ തൊട്ട് നോക്കി അതിന്റെ മുകളിങ്ങനെ കുറച്ച് തൊട്ട് അവക്കാക്ക് എന്തെങ്കിലുമൊക്കെ പറയും, പറഞ്ഞു തരും. പിന്നെ മെല്ലെ മൂടി നോക്കും. പാട്ടറിയാലോ, മനസ്സിൽ പാട്ടുണ്ടല്ലോ. ഹാർമോണിയത്തിന്റെ മുകളിൽ തട്ട വെച്ചേക്കുമ്പോ അതല്ല അത് വരൂല. അങ്ങനെ പഠിച്ചതാണ്. അല്ലാതെ ഒരു ഗുരു എനിക്കില്ല. ഗുരുമുഖത്ത് നിന്നല്ല പഠിച്ചത്, സ്വയം പഠിച്ചെടുത്തതാണ്. അപ്പൊ നമുക്കൊരു ഹിന്ദി പാട്ടിലേക്ക് പോയാലോ? ഓക്കെ, തീർച്ചയായിട്ടും. റഫി സാബിന്റെ മനോഹരമായ ഒരു ഗാനം. चाहूंगा मैं तुझे सांझ सवेरे, फिर भी कभी अब नाम को तेरे आवाज मैं न दूंगा, आवाज मैं न दूंगा। चाहूंगा मैं तुझे सांझ सवेरे, फिर भी कभी अब नाम को तेरे आवाज मैं न दूंगा, आवाज मैं न दूंगा। चाहूंगा मैं तुझे सांझ सवेरे,
मुझे सब है पता, सुनता है तू मन की सदा, देख मुझे सब है पता, सुनता है तू मन की सदा, मितवा मेरे यार तुझको बार बार അപ്പൊ നമ്മള് ഹൈസ്കൂളിലാണ് ഇപ്പൊ എത്തിയിരിക്കുന്നത്. അതെ അതെ, അവിടെ നമുക്കൊരു പ്രതിയോഗിനെ കിട്ടുന്നുണ്ട്. പ്രതിയോഗി കിട്ടിയിട്ടുണ്ട്. അതിന്റെ ശേഷം പഠനവും പാട്ടും പാട്ടും എങ്ങനെ കൊണ്ടുപോയി? ഒന്നിച്ച് തന്നെ കൊണ്ടുപോകും. കാരണം എന്താ അറിയാറില്ലേ, ഷിഫ്റ്റാണ്. അന്നൊക്കെ 8:30 മുതൽ 12:30 വരെ നടക്കും. ഇവിടുന്ന് പന്നിയങ്കരന്ന് സ്കൂളിൽ വരെ നടക്കും, തിരിച്ചു പോലും ചെയ്യും. അപ്പോൾ നടക്കുന്ന വഴിയിലൊക്കെ പാട്ടും മൂളിയും കൊണ്ടാണ് വരിക. നന്നായി പഠിക്കും ചെയ്യും, നന്നായി പഠിക്കും ചെയ്യും. പാട്ട് മനസ്സിലുണ്ടാകുമ്പോൾ അങ്ങനെ മെമ്മറി പവർ. അങ്ങനെ കാലഘട്ടം കഴിഞ്ഞ് എനിക്കൊരു സുഹൃത്തുണ്ടായിരുന്നു, പെട്ടീൻ്റെ അബൂബക്കർ എന്ന് പറഞ്ഞിട്ട്. അന്നത്തെ കോഴിക്കോട് യേശുദാസ് എന്നാ പറയാം. യേശുദാസ് ഒന്ന് വേറുണ്ട്, കോഴിക്കോട് യേശുദാസ് വേറെ മരിച്ചുപോയി. ഇദ്ദേഹം മരണപ്പെട്ടു പോയി. അപ്പൊ ഇദ്ദേഹം ഇങ്ങനെ ഞാൻ വായിക്കുമ്പോൾ പാടിത്തരും, ഞാൻ വായിക്കും, ഇങ്ങനെ പാടിത്തരും. അങ്ങനെ കാലങ്ങനെ പോയിക്കൊണ്ടിരുന്ന് അങ്ങനെ പുള്ളി എന്നെ കൂട്ടി പല ക്ലബ്ബുകളിൽ ഇങ്ങനെ പോകും. പുള്ളി ഒരു 10 പാട്ട് പാടുന്നുണ്ട്. അതിന്റെ എല്ലാ ബീജിയമും ഞാൻ പഠിച്ചു വെക്കും. മെമ്മറി, ഓൺലി മെമ്മറി. റെക്കോർഡ് കേൾക്കും, അല്ലെങ്കിൽ റേഡിയോ കേൾക്കും. ഹൈസ്കൂൾ പഠിക്കുന്ന കാലത്താണ്? അതെ അതെ. ഇങ്ങനെ കാലഘട്ടത്തിൽ അദ്ദേഹമാണ് എന്നെ ഈ രംഗത്തേക്ക് കൊണ്ടുവന്നത്. പിന്നെ അങ്ങനെ അപ്പം ഈ എക്കോഡിയൻ എന്നുള്ള സാധനം നിലവിൽ വന്നു. അപ്പം ഭയങ്കര ആശ, ഒരു എക്കോഡിയൻ വാങ്ങണം. സ്വരൂപിച്ച് വെച്ച് കൂട്ടി വെച്ച സാധനം അന്നത്തെ 3000 റുപ്യക്ക് ഒരു എക്കോഡിയൻ്റെ സുഹൃത്തുമാരൻ കിട്ടി. കാലഘട്ടം കഴിഞ്ഞ് പ്രൊഫഷണൽ രംഗത്തേക്ക് എത്തി, എക്കോഡിയൻ പ്ലെയറായി. എക്കോഡിയൻ സൈനുദ്ദീൻ എന്ന് പറഞ്ഞാൽ പഴയ ആൾക്കാർക്കൊക്കെ അറിയുള്ളൂ. കാലഘട്ടങ്ങൾ മാറി. അത് കഴിഞ്ഞപ്പോൾ കാലഘട്ടത്തിൽ കീബോർഡായി. എക്കോഡിയൻ വിറ്റു, എല്ലാവരും കീബോർഡ് വാങ്ങാൻ കൊടുത്തില്ല. അന്നത്തെ 8600 റുപ്യൊക്കെ മറ്റോ ഒരു കീബോർഡ് വാങ്ങിച്ചു. അപ്പോഴേക്ക് SLC കഴിഞ്ഞു. SLC കഴിഞ്ഞു. പ്രീ ഡിഗ്രിക്ക് പോകുന്നതിന് മുമ്പ് ജോലിക്ക് കയറി. അത് നമ്മുടെ ഹോളി റൺസിന്റെ ഉപശാഖ ഉണ്ടായിരുന്നു, ഇന്ദിരാ കെമിക്കൽ ഏജൻസി, അനിത ഏജൻസീസ് എന്ന് പറഞ്ഞിട്ട്. അവിടെ എൻ്റെ ഫാദറിൻ്റെ അനിയൻ്റെ മകനാണ് വർക്ക് ചെയ്തിരുന്നത്. പുള്ളി ഗൾഫിലേക്ക് ഒരു ചാൻസ് കിട്ടിയപ്പോൾ പോയപ്പോൾ എന്നെ പിടിച്ചവിട്ട് അവിടെ 5:30 മണിക്ക് കൂട്ടും. അങ്ങനെ പഠിക്കണം, എങ്ങനെയെങ്കിലും പ്രീ ഡിഗ്രി കഴിച്ചിലാക്കണം, അത്രേ കഴിവുള്ളൂ. അങ്ങനെ സ്കോളർ ട്യൂട്ടോറിയൽ കോളേജ് ഉണ്ടാവും, പണ്ടത്തെ MD ട്യൂട്ടോറിയൽ കോളേജ്, സ്കോളർ ട്യൂട്ടോറിയൽ അതെ. അവിടെ ചേർന്ന് പഠിച്ചു, പാസ്സായി, ഡിഗ്രി കഴിഞ്ഞു. സർട്ടിഫിക്കറ്റ് ജോലിയും കൊണ്ടുപോയി. ജോലി ഒരു 6 മണിക്ക് കഴിയല്ലോ, വൈകുന്നേരമാണ്, ഈവനിങ് ആണ് അവിടെ ക്ലാസ് കഴിഞ്ഞ്. അത് കഴിഞ്ഞാൽ നേരെ ക്ലബിൽ പോകും. ഒന്നും മിസ്സാക്കാറില്ല. അപ്പൊ ഈ കാലഘട്ടത്തില് പബ്ലിക് സ്റ്റേജിലേക്കൊന്നും പോയി തുടങ്ങിയിട്ടില്ല? പിന്നെ ഒരുപാട് സ്റ്റേജുകള് പ്രൊഫഷണൽ രംഗത്തൊക്കെ എത്തിപ്പോയല്ലോ. അല്ല, അന്ന് ഹാർമോണിയം വായിക്കായിരുന്നോ പാടുമായിരുന്നോ? അല്ല, അന്ന് പാട്ട് നിർത്തി. അക്കോർഡിയം ഹാർമോണിയം വായിക്കാൻ നല്ലോണം ആയപ്പോ പാട്ട് നിർത്തി. ഹാർമോണിയത്തിൽ മാത്രം ശ്രദ്ധിക്കും, എല്ലാവർക്കും വായിക്കാം. KR വേണുകേട്ടൻ, സതീഷ് ബാബു, അജൽ ബാബു, അങ്ങനെ ഒരുപാട് ആൾക്കാർ. അത് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് അങ്ങനെ പാടി നമ്മുടെ പ്രസിദ്ധ ഗായകൻ കൃഷ്ണേന്ദ്രനായിരുന്നു. കൃഷ്ണേന്ദ്രനായിരുന്നു എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്ത്. ഒരുപാട് പ്രോഗ്രാം പുള്ളിക്ക് വേണ്ടി ഞാൻ വായിച്ചിട്ടുണ്ട്. പ്ലേബാക്ക് സിംഗർ കൃഷ്ണേന്ദ്രൻ ഒരുപാട്. പിന്നെ പല ക്ലബ്ബുകളും, സംഗീതമേഖല, അങ്ങനെയൊക്കെ ക്ലബ്ബുകളൊക്കെ എന്നെ ഓർക്കസ്ട്ര കണ്ടക്ട് ചെയ്യും.
അക്കോർഡിയൻ കാരണം എല്ലാ ബീജവും പഠിക്കും ഞാൻ. മെമ്മറി അന്ന് നൊട്ടേഷൻ ഒന്നും ഇല്ല, നോ നൊട്ടേഷൻ. എല്ലാ ബീജവും ബ്രെയിനിലാക്കിയിട്ട് നമ്മളൊരു ക്ലബ്ബ് തന്നെ രൂപീകരിച്ചിരുന്നു, സ്വീറ്റ് ടോൺസ് ഓർക്കസ്ട്ര എന്ന് പറഞ്ഞിട്ട്. 5 വയലിന് പ്രമുഖ ക്ലബ്ബുകൾ വരെ ഉണ്ടല്ലോ, ഹട്ടൻസ് ബ്രദേഴ്സിൽ എന്നെ ഗസ്റ്റ് ആയിട്ട് വിളിക്കും, ഞാൻ വായിക്കാം, അവരെ അക്കോർഡിയൻ വായിക്കാൻ വേണ്ടി വിളിക്കും. ശരിക്കും പ്രൊഫഷണലായി, പക്ക പ്രൊഫഷണൽ. ഡെയിലി പ്രോഗ്രാം ഇല്ലാത്ത ദിവസമില്ല. അതിൽ മറക്കാൻ വയ്യാത്ത ഒരൊറ്റ പ്രോഗ്രാം, ഒരു ദിവസം 4 പ്രോഗ്രാം, 3 പ്രോഗ്രാം കഴിഞ്ഞിട്ട് 4ാമത്തെ പ്രോഗ്രാമിന് പോവുക. എങ്ങനെയാണെന്ന് ഞാൻ വിശദീകരിക്കണമല്ലോ, അപ്പോഴല്ലേ മനസ്സിലാവുന്നത് ടൈം എങ്ങനെയാണ്. രാവിലെ KTCയുടെ ഒരു മാനേജർ ഉണ്ട്, കോയക്ക എന്ന് പറഞ്ഞിട്ട്, അദ്ദേഹത്തിന്റെ മകളെ കല്യാണം കത്തീഡ്രൽ ഹാളിൽ, അന്ന് കത്തീഡ്രൽ ഹാളിൽ മുസ്ലിംസിന്റെ കല്യാണം ഉണ്ടാവാറില്ല, കത്തീഡ്രൽ ഹാളിൽ അവരെ പരിപാടി. അത് കഴിഞ്ഞപ്പോൾ 2-2:30 ആകുമ്പോൾ പരിപാടി കഴിഞ്ഞ് നേരെ റിഹേഴ്സലിന് പോയി. യൂക്കിന്റെ ഒരു പരിപാടി, യൂക്ക് ഞാൻ കോഴിക്കോട്ടെ പ്രസ്തുതാണ്, അവരുടെ പരിപാടി 2 റിഹേഴ്സൽ പുറത്ത് പരിപാടി കഴിഞ്ഞ് 8 മണിയാകുമ്പോഴത്തേക്ക് കഴിഞ്ഞ്. പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ പോവുകയാണ് കുറ്റിച്ചാറിലെ ഒരു പുതിയൊരു വെസ്റ്റേൺ ക്ലബിന്റെ ഉദ്ഘാടനം. അതിന് ഞങ്ങളെ പരിപാടി തുടങ്ങി. 10 മണിയാകുമ്പോൾ നമ്മളെ പരിപാടി നിൽക്കലും പെരുമഴ. അപ്പോഴേക്ക് നമ്മൾക്ക് അടുത്ത പരിപാടിക്ക് പോകാനുള്ള പിറ്റേ ദിവസമാണ് അടുത്ത പരിപാടി. സേലത്ത് മലയാളി സമാജത്തിന്റെ ഒരു പരിപാടിക്ക് പോകാൻ വേണ്ടിയിട്ട് ആർട്ടിസ്റ്റുകളൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. സൗണ്ട്സ് ഒക്കെ കെട്ടി അതിന്റെ മോള് ഇവിടെ തന്നെ കാലിക്കറ്റ് സൗണ്ട്സ് തന്നെ കൊണ്ടുപോകുന്നു. ആ താറപ്പായൊക്കെ കെട്ടി ആ പരിപാടി. അത് 3 പ്രോഗ്രാം കഴിഞ്ഞിട്ട് 4ാമത്തെ പ്രോഗ്രാമിന് പോകും. ഭയങ്കര അനുഭവങ്ങളാണ്. നമ്മളെ അന്ന് എൻ്റെ കൂടെ പാടിയിരുന്ന ആളാണ് മരിച്ചുപോയ അപ്പുട്ടി, ജീവിച്ചിരിക്കുന്ന ആൾക്ക് ഗോവിന്ദരാജൻ. ഇവരൊക്കെ വളർന്നു വന്ന് നമ്മളിൽ കൊടുത്തേണ്ടതാണ്. ഗോവിന്ദരാജന്റെ എല്ലാ ഇന്റർവ്യൂവിലും പുള്ളി എടുത്തു പറയും, ആദ്യമായിട്ട് എന്നെ മൈക്കിൽ പാടിച്ചത് ഞാൻ ഏകദേശം വരെ പ്രായക്കാരാണ്, സൈനുദ്ദീൻ എന്ന് പറഞ്ഞത്. അപ്പുട്ടി അതേമാതിരി നല്ലൊരു കോൺസെപ്റ്റ് എൻ്റെ. അങ്ങനെ ഒരുപാട് ഗായകന്മാർ. പിന്നെ മാത്തോട്ടുണ്ട് ഒരു ഉമ്മർ എന്നൊരു ഗായകൻ. അങ്ങനെ പിന്നെ എണ്ണപ്പെടേണ്ടത് 4 ഫീമെയിൽ ഉണ്ടായിരുന്നു. അതിൽ ഷിറിജ ബിയാട്രീസ് എന്നൊരു ഫീമെയിൽ ഉണ്ടായിരുന്നു. അസാധ്യ വോയിസ് ആയിരുന്നു. നമ്മളെ കുട്ടികൾക്കൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തിട്ടുണ്ട് ഞാൻ. ഷിറിജ ബിയാട്രീസ് ഇപ്പോഴും ഹെഡ്മിസ്ട്രസ് ആയിട്ട് റിട്ടയർഡ് ചെയ്ത ആളാണ്. ഇപ്പോഴും പാടും, അസാരി പാടും. അങ്ങനെ ആ കാലഘട്ടം അങ്ങനെ കഴിഞ്ഞിട്ടാണ് പിന്നെ ഗൾഫിലേക്ക് അങ്ങോട്ട് ഒരാൾ ചാൻസ്. ചില കാലഘട്ടങ്ങളിൽ പ്രോഗ്രാം കുറയുന്ന കാലഘട്ടങ്ങളുണ്ട്, മഴക്കാലം മറ്റൊക്കെ. ആ സമയത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്ന പിന്നെ പ്രോഗ്രാം ഇല്ലാതെ ഒരു ദിവസം മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഇപ്പൊ ക്ലാസ് നടത്തുന്ന മാതിരി ഒരു ദിവസം പോലും ക്ലാസ് ഇല്ലാതെ വീട്ടിലിരിക്കാൻ എനിക്ക് പറ്റില്ല. ശ്വാസത്തിന്റെ ഒരു ഭാഗം, ശ്വാസം മുട്ടും ക്ലാസ് ഇല്ലെങ്കിൽ. കുട്ടികൾക്ക് ക്ലാസ് പോയില്ലെങ്കിൽ ശ്വാസം മുട്ടുന്നതിന് മുമ്പ് ഒരു പാട്ടിലേക്ക് പോയാൽ ഓക്കെ. നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ഗായകനാണ് ഞാൻ, വളരെ ഇഷ്ടപ്പെടുന്ന ഗായകന് മലയാള രംഗത്ത് നമ്മുടെ ഉമ്മായിക്കയുടെ ഒരു ഗാനത്തിലൂടെ. ഓക്കെ, എൻ്റെ സംസാരമാണ് വല്ലാതെ നീണ്ടുപോകുന്നില്ലേ? ഇല്ല, സംസാരവും പാട്ടും സംഗീതാത്മകം തന്നെയാണ് സംസാരവും. വിരഹഗാനം ഞാൻ ഒരു വിഷാദ ഗാനം ഞാൻ വീണ്ടും പാടാം സഖി. വിരഹഗാനം ഞാൻ ഒരു വിഷാദ ഗാനം ഞാൻ വീണ്ടും പാടാം
നീലത്താമര വിരിയും നിന്നോടെ നീർമിഴി നിറയില്ലെങ്കിൽ നീർമിഴി വീണ്ടും പാടാം സഖി വിരഹഗാനം ഏകാന്തതയിൽ നീയും ഞാനും എല്ലാം മറന്നൊരു നിമിഷത്തിൽ ഏകാന്തതയിൽ നീയും ഞാനും എല്ലാം മറന്നൊരു നിമിഷത്തിൽ കുങ്കുമക്കുറിയാൽ നീ എൻ കവിളിണ ചൂപ്പിച്ചതോ തോഴി തുടുപ്പിച്ചതോ കുങ്കുമക്കുറിയാൽ നീ എൻ കവിളിണ ചൂപ്പിച്ചതോ വീണ്ടും പാടാം സഖി നിനക്കായി വിരഹഗാനം ഞാൻ ഒരു വിഷാദഗാനം നീലത്താമര നീലത്താമര വിരിയും നിന്നോടെ നീർമിഴി നിറയില്ലെങ്കിൽ നീർമിഴി വീണ്ടും പാടാം സഖി നിനക്കായി വിരഹഗാനം ഞാൻ ഒരു വിഷാദഗാനം ഗസൽ കേൾക്കുമ്പോൾ അതിൻ്റെ ആ ലഹരിയിൽ ആയി പോകും. ഗസല് പ്രണയം, വിരഹം, തീർച്ചയായും ദുഃഖം, ഇതിൻ്റെ അപ്പുറത്തേക്ക് കടന്നിട്ടുണ്ടോ? പ്രകൃതി ആ യെസ്, അതിലിങ്ങനെ കിട്ടി തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതെന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത? അത് ഹാപ്പി മൂഡിൽ ഗസൽ നമ്മൾ കേട്ടിട്ടുണ്ട്. ഹാപ്പി മൂഡിലുള്ള ഗസൽ ഹാപ്പി മൂഡിലുള്ള ഗസലുകൾ ഉണ്ട്, കുറവാണ്. ഉണ്ട് ഉണ്ട് പിന്നെ മദ്യം ഇതിൻ്റെ ഒരു പ്രധാന ഘടകം കൂടിയാട്ടാ. ലഹരി അതുകൊണ്ട് മദ്യത്തിന് പുകഴ്ത്തിക്കൊണ്ടുള്ള ഹാപ്പി മൂഡിലുള്ള ഗസലുകളുണ്ട്. അങ്ങനെയുണ്ട്. പല ആൾക്കാർ പല ടൈപ്പിൽ. ചില ആൾക്കാർ അത് പാടുന്ന ആൾക്കാരുണ്ട്. ഇപ്പം പങ്കജുദാസൊക്കെ മദ്യത്തെ പറ്റി ഒരുപാട് പാടി പൂഴ്ത്തിയോട് പാടിയിട്ടുണ്ട്. കേൾക്കാം, എൻ്റെ സ്റ്റുഡൻസിൽ നിന്ന് നിങ്ങൾക്ക് കേൾക്കാം ഗാനങ്ങളൊക്കെ കേട്ടോ, അത് കേൾക്കാം. അങ്ങനെ വല്ലാതൊരു പ്രകൃതിയുടെ വല്ലാത്തൊരു ഇത് ചെയ്യുന്നത്. നമ്മുടെ ഈ ഗസലിനെ കുറിച്ച് പറയുമ്പോൾ ഉമ്പായിക്കെ മറക്കാൻ പറ്റില്ല. തീർച്ചയായിട്ടും മറക്കാൻ പറ്റില്ല. ഇപ്പൊ ഉമ്പായിക്കയുടെ പാട്ടാണ് ഇപ്പം ഞാൻ രണ്ടുപേരും പാടിയത്. ഉമ്പായിക്ക ഈ പ്രദേശത്ത് മുഴുവൻ ഓടി നടന്ന് ഗസൽ കച്ചേരികൾ. തീർച്ചയായിട്ടും സാധാരണക്കാരന്റെ മനസ്സിലേക്ക് ഗസൽ അടിച്ചു കെട്ടിയിട്ടുണ്ട്. അതിനു മുമ്പ് ഈ ഗസൽ കൊണ്ടുവന്നിരുന്ന ഒരാളുണ്ട്, കോഴിക്കോട് ബാബുരാജ് ബാബുക്ക. അദ്ദേഹമാണ് ശരിക്ക് ഹിന്ദുസ്ഥാനി രാഗത്തിന്റെ പ്രത്യേകതകൾ ഇന്നും എല്ലാ റിയാലിറ്റി ഷോയിലും
5 വയസ്സ് 4, 6, 7 വയസ്സുള്ള കുട്ടികളൊക്കെ പാടുന്നത് ഹിന്ദുസ്ഥാനി ടച്ചുള്ള പാട്ടുകളെ പാട്ട്. ബാബുക്കൻ മലയാളം ഇതിൽ പാടുന്നത് ബാബുക്കേന്റെ പാട്ടുകളാണ് അധികം പാടുന്നത്, അല്ലേ? ശരിയല്ലേ? ബാബുക്കയുടെ ആ പേര് നോക്കുകയാണെങ്കിൽ ബംഗാളിൽ നിന്ന് ഫാദർ, തീർച്ചയായും കോഴിക്കോട് ഫാത്തിമ ബീവി, അതെ അതെ അതെ, അല്ലഞ്ഞ ജീവിതം, നല്ല അറിവാണല്ലോ. ആ ബാബുക്കൻ ആ ജീനിയസ്, ആ ഉള്ളിലുള്ള സംഗീതം, അതാണ് നമ്മൾ കാണുന്നത്. തീർച്ചയായിട്ടും ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വളർന്ന ഒരാളെ അപൂർവമായില്ല സംഗീത മേഖലയിൽ. മുഹമ്മദ് സാബിർ ബാബു തീർച്ചയായിട്ടും നമ്മളൊക്കെ അഭിമാനം. തീർച്ചയായിട്ടും അതേ രീതിയിൽ തന്നെയാണ് നമ്മുടെ വായിക്കാൻ വന്നിട്ട് ജനം മനസ്സിലേക്ക് നല്ല നല്ല വരികൾ, ONV, പിന്നെ നമ്മളെ യൂസഫ് അലി കച്ചേരി, ഇവരൊക്കെ കൊടുക്കുന്ന നല്ല വരികൾ ഇങ്ങനെ കൊടുക്കുക അർത്ഥം അറിഞ്ഞുകൊണ്ട് പാടുക. ബാബുക്കന്ന് ഭാസ്കർ മാഷ ഒരുപാട് പാട്ടുകൾ ചെയ്തു. പിന്നെ ഒരുപാട് പാട്ടുകൾ നമുക്ക് ബാബുക്കേട്ടിന്റെ പാട്ട് പാടിയാലോ? ബാബുക്കേന്റെ പാട്ടുകൾ എൻ്റെ ഫീമെയിലിൽ നിന്നും കേട്ടാ പോരാ നമുക്ക്. നമ്മള് ഒരു കുട്ടിയെ വിളിക്കാം. ഓക്കെ, സ്റ്റുഡന്റ് ഉണ്ട്. വരൂ അമ്പിളി, കം. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൽ മിഴിയും നട്ടു, കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ വരുമെന്നൊരു കിനാവു കണ്ടു, വരുമെന്നൊരു കിനാവു കണ്ടു, കിളിവാതിലിൽ മിഴിയും നട്ടു, കാത്തിരുന്നു ഞാൻ. വാസന്ത പഞ്ചമി നാളിൽ
ഇത് തന്നെയായിരുന്നു ഇതിന്റെ അടുത്ത സ്റ്റേജിലേക്കും നമ്മളെ മുംബൈക്ക് കൊണ്ടുപോയതും ഏതാണ്ട് ഇതേപോലെ തന്നെയായിരുന്നു. തീർച്ചയായിട്ടും ഒരു വലയത്തിൽ നമ്മളെ പെടുത്തുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിൽ നിന്ന് ഇങ്ങോട്ട് പുറത്തേക്ക് പോയാൽ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ വലയത്തിൽ അതെ തീർച്ചയായിട്ടും. അതുപോലെ തന്നെയാണ് നമ്മുടെ പിന്നെ പല ഗായകരും നമ്മുടെ ഗസലിൻ്റെ ഗസൽ ചക്രവർത്തി എന്ന് പറയുന്ന ഗസൽ ഷൈൻഷാ എന്ന് പറയുന്ന മെഹദി ഹസൻ സാഹിബിൻ്റെ ഗുലാം അലി, പങ്കജുദാസ്, പിന്നെ അങ്ങനെ ഒരുപാട് പേര് അസാധ്യമായിട്ട് പാടിക്കുന്ന ഗാനങ്ങളുണ്ട്. അസാധ്യമായിട്ട് പാടിക്കുന്ന ഗാനങ്ങളുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗുലാം അലിയുടെ മെഹദി ഹസൻ സാഹിബിൻ്റെ ഒരു 2 വരികൾ കേൾക്കാം. ഷുവർ തീർച്ചയായിട്ടും. അത് വലിയ രസം എന്താണെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഗുരു എന്ന് തന്നെ പറയണം. ഒരു പാകിസ്ഥാനി ഗസൽ സിംഗർ ഉണ്ടായിരുന്നു അവിടെ ഗൾഫ് നാടിൽ. അദ്ദേഹം പാടുന്ന ശൈലിയുണ്ട്. അദ്ദേഹത്തിന് കുറച്ച് ലിറിക്സ് ഏഡ് ചെയ്തുകൊണ്ട് അദ്ദേഹം പാടിയേണ്ട ഒരു പാട്ടുണ്ട് മുംബൈക്കടെ മെഹദി ഹസൻ സാഹിബ്. ആ 2 വരികൾ നമുക്ക് ആലോചിക്കാം. ഓക്കെ. മെഹദി ഹസൻ സാഹിബിനെ ഓർക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് കൂടി വരുന്ന പല ഗസലുകളും ഉണ്ടെങ്കിലും ഈ ഗസൽ എന്നെ വല്ലാതെ ആകർഷിച്ച ഒരു ഗസലാണ്. ഞാൻ എൻ്റെ എല്ലാ പരിപാടികളിലും ഈ ഗസൽ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ പാടി നോക്കാറുണ്ട്. അതിൽ വിജയിക്കാറുമുണ്ട്. ഓക്കെ, അതിൽ ആരംഭിക്കാം. वो चेहरे पे चेहरा लगाए हुए हैं, फसाने हकीकत छुपाए हुए। वो चेहरे पे चेहरा लगाए हुए हैं, फसाने हकीकत छुपाए हुए हैं। कहो उनसे जाकर न दिल को जलाए, कहो उनसे जाकर न दिल को जलाए, कि वो मेरे दिल में समाए हुए। प्यार भरे दो शर्मीले, प्यार भरे दो शर्मीले, इनसे मिला मेरे दिल को चैन। कोई जाने ना क्यों मुझसे शर्माए, कैसे मुझे तड़पाए। प्यार भरे दो शर्मीले, जिनसे मिला मेरे दिल को चैन। कोई जाने ना
മെഹദി ഹസൻ സാഹിബ്. സാമിൻ്റെ അതൊക്കെ ശ്രമിച്ച് നോക്കുകയാണ് നമ്മൾ. മെഹദി ഹസൻ ഇപ്പോൾ പ്രത്യേകിച്ച് ഈ AC ഇതിലിരുന്നപ്പോൾ ചെറിയൊരു തകരാറ് എൻ്റെ ശബ്ദത്തിന് വരുന്നുണ്ട് അറിയാം. കാരണം ഒരു ഗായകനെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും പറ്റാത്ത സാധനമാണ് AC. എന്തായാലും നിവൃത്തിയില്ലല്ലോ. റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ ഒരു AC ഇല്ലെങ്കിൽ ഒരു റെക്കോർഡിംഗ് സ്റ്റുഡിയോ നടക്കില്ല. നടക്കൂല. ഓക്കെ. മകൾക്ക് എന്നൊരു പടത്തിൽ അസാധ്യമായിട്ട് കമ്പോസ് ചെയ്തിരിക്കുന്ന ഒരു ഗാനമുണ്ട്, ചാഞ്ചാടിയാടി ഉറങ്ങുന്നു എന്നുള്ള അസാധ്യ ഗാനമാണ് അത്. മലയാളത്തിലെ മറ്റൊരു ഗായിക നന്നായി പാടിയിട്ടുണ്ട്. പിന്നെ അതേ സെയിം ഗാനം അദ്നൻ സാമി അറിയാലോ. അദ്ദേഹം ആദ്യം പാകിസ്ഥാനിയായിരുന്നു, ഇപ്പോൾ ഇന്ത്യൻ സിറ്റിസണായിട്ട് പാടിയിട്ടുണ്ട്. അദ്ദേഹം പാടിയുടെ ഒരു ശൈലിയുണ്ട്. ആ ശൈലിയിലാണ് ഞാൻ പഠിപ്പിച്ചത്. കൂടാതെ എൻ്റെ വക ഒരു ചെറിയൊരു ഇംപ്രവൈസും ചെയ്തുകൊണ്ടാണ്. അത് കാണികൾ എങ്ങനെ ഇഷ്ടപ്പെടുമെന്ന് എനിക്കറിയില്ല. പക്ഷേ പാടിയ സ്ഥലത്തൊക്കെ കാണികൾ വല്ലാതെ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാണ് അടുത്ത് ഞാൻ സമയം കൊണ്ട് പാടിക്കാൻ വേണ്ടി എൻ്റെ കൊച്ചു സ്റ്റുഡൻറ്റ് സമയം കൊണ്ട് പാടിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ഓ സമ, വെൽക്കം. ചാഞ്ചാടി 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 ചാഞ്ചാടി
പാടി